കുട്ടികളുടെ സ്ക്രീൻ ടൈം എല്ലാത്തരം പേജസിലും ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾക്ക് ഇത് അപകടമാണ്, പക്ഷെ അതിലും ഡേഞ്ചറസ് ആണ് നമ്മുടെ ടീനേജേഴ്സിനേത്, ഒരു മിഡിൽ സ്കൂളൊക്കെ ആയിട്ടുള്ള കുട്ടികൾക്ക്. അവർ പലപ്പോഴും പ്രോജക്ട്സിന്റെ പേരിൽ അല്ലെങ്കിൽ റാൻഡം ബ്രൗസിങ്ങിന്റെ പേരിൽ അവർ ചില സമയത്ത് സൈബർ ബുള്ളിങ്, അനോണിമസ് മെസ്സേജസ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് കാണാൻ പാടില്ലാത്ത തരം കണ്ടന്റ് കാണുകയും അതിന് എക്സ്പോസ്ഡ് ആവുകയും ഒക്കെ പെടുന്നുണ്ട്. പക്ഷെ പലപ്പോഴും അവരവരുടെ പേരൻസിനോട് പോലും ഇത് ഷെയർ ചെയ്യുന്നില്ല. വൈ? ബിക്കോസ് അവർക്ക് പേടിയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് ഒരുപാട് പേടിയുണ്ടാവും. എന്ത് ചെയ്യണം, എങ്ങനെ റിയാക്ട് ചെയ്യണം, ആരോട് പറയണം ഒന്നും തന്നെ അറിയുന്നുണ്ടാവില്ല. എങ്കിൽ പോലും അവർക്ക് അവരുടെ പേരൻസിനെ അപ്രോച്ച് ചെയ്ത് ഇത് പറയാൻ പേടിയായിരിക്കും. ബിക്കോസ് അവരുടെ തലയിൽ അവരുടെ പേരൻസ് നാച്ചുറലി ഫസ്റ്റ് തന്നെ അവരെ കുറ്റം പറയുമായിരിക്കും. ഫുൾ ടൈം ഇതിൽ ഇരിക്കുന്നതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ഓരോന്ന് കാണുന്നത്, ഇനി മുതൽ മൊബൈലേ വേണ്ട അല്ലെങ്കിൽ ടി വിയെ വേണ്ട എന്ന് പറഞ്ഞ് ഇത് കംപ്ലീറ്റ്ലി നിങ്ങളിത് കട്ട് ഓഫ് ചെയ്യും. അത് ഭയങ്കര ഡേഞ്ചറസ് ആണ് അവർക്കും ആസ് എ പേരൻറ്റ് നമുക്കും. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്തെടുത്തത് തന്നെ നമ്മളാണ് ആസ് പേരൻസ്. കാരണം അവർ ഓരോ നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് റിവാർഡ് ആയിട്ട് കൊടുക്കുന്നത് തന്നെ സ്ക്രീൻ ടൈം ആയിരിക്കും. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം സ്ക്രീൻ സേഫ്റ്റിയെ കുറിച്ച്, അത് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ അവർക്ക് ബെനിഫിഷ്യൽ ആക്കാം, അതിൽ നിന്ന് എന്തൊക്കെ പഠിക്കാം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നൊക്കെ കഴിയുന്നത്ര അവരോട് അഡ്വൈസ് ചെയ്ത് കൊടുക്കണം. ഒരു 16-18 വയസ്സ് വരെയെങ്കിലും സോഷ്യൽ മീഡിയ അവർക്ക് എൻട്രിയേ ഇല്ല എന്നുള്ളത്. നമ്മൾ കഴിയുന്നത്ര അവരത് പറഞ്ഞ് മനസ്സിലാക്കണം ഇത് അവർക്ക് സേഫ് അല്ല എന്നുള്ളത്. ആൻഡ് എനി ടൈം അവർക്ക് നിങ്ങളെ സേഫ് ആയിട്ട് അപ്രോച്ച് ചെയ്യാന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ആൻഡ് ഫീലിംഗ് നിങ്ങൾ അവരിൽ പറഞ്ഞ് ഉണ്ടാക്കിയെടുക്കണം.